പക്ഷിപ്പനിയെ തുടർന്ന് കുട്ടനാട്ടിൽ ലക്ഷക്കണക്കിന് മുട്ട കെട്ടിക്കിടക്കുന്നത് വ്യാപാരികളെയും കർഷകരെയും പ്രതിസന്ധിയിലാക്കുന്നു. പക്ഷിപ്പനി പേടി മൂലം ആളുകൾ മുട്ട വാങ്ങാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് മുട്ട വ്യാപാരം പകുതിയായി കുറഞ്ഞു. ദോശയ്ക്കൊപ്പം ഒരു ഡബിൾ ഓംലെറ്റ് ഭൂരിപക്ഷം മലയാളികളുടെയും ശീലമാണ്. എന്നാൽ ആലപ്പുഴയിലെ സ്ഥിതി ഇന്നിതല്ല. പക്ഷിപ്പനി സ്ഥിരീകരിച്ചതോടെ ഓംലെറ്റിനോട് അയിത്തമായി. പഴയ കണക്കുള്ള ചിലവൊന്നുമില്ല. മുട്ട കച്ചവടത്തെയും ബാധിച്ചിട്ടുണ്ട്, ചിക്കൻ കച്ചവടം ബാധിക്കുന്നുണ്ട്. ആലപ്പുഴ ജില്ലയിൽ മാത്രം ആയിരക്കണക്കിന് കുടുംബങ്ങളാണ് മുട്ട വ്യാപാരത്തെ ആശ്രയിച്ച് ജീവിക്കുന്നത്. മുട്ടയുടെ വിപണി ഇടിഞ്ഞതോടെ വ്യാപാരികളും പ്രതിസന്ധിയിലായി. ഇന്നുകൊണ്ടാണ് ഞങ്ങൾ ജീവിത ചെലവ് കഴിയുന്നത്. മുട്ട വിറ്റുള്ള വരുമാനം വളരെ കുറഞ്ഞു. കാരണം എന്താണെങ്കിൽ ഏതാണ്ട് ഞങ്ങൾക്കിപ്പോൾ ഒരു 1000 രൂപ വരുമാനമുള്ള സ്ഥലത്ത് അതൊരു 100 രൂപയായിട്ട് കുറഞ്ഞിരിക്കുക. മുട്ട കഴിച്ചാൽ ഒരു കുഴപ്പവുമില്ലെന്നാണ് ഒരു കൂട്ടം ആളുകളുടെ പക്ഷം. പക്ഷിപ്പനി പോയിട്ട് ഒരു മൂക്കിപ്പനി പോലും ഉണ്ടായിട്ടില്ലെന്ന് മുട്ടപ്രേമികൾ സാക്ഷ്യപ്പെടുത്തുന്നു. അങ്ങനെ 2-3 താറാവ് എത്തെന്നും പറഞ്ഞ് ഇങ്ങനെയുള്ള കംപ്ലൈൻറ്റ് അങ്ങോട്ട് പത്രത്തിൽ റിപ്പോർട്ട് കൂട്ടാവുന്നല്ല, ഒരു പ്രയോജനവും ഇല്ല. പാവങ്ങളെ വയറ്റത്തടിക്കുന്നതേ ഞങ്ങൾ പറയത്തുള്ളൂ. താറാവ് കർഷകർക്ക് നൽകിയതുപോലെ നഷ്ടപരിഹാരം വേണമെന്നാണ് മുട്ട വ്യാപാരികളുടെയും ആവശ്യം. റിപ്പോർട്ടർ, ആലപ്പുഴ.